കേരള ബ്ലാസ്റ്റേഴ്സ് ISL ഫൈനലിൽ പന്ത് തട്ടുമ്പോൾ കൊച്ചിയിലെ ഹോം ഗ്രൗണ്ടിൽ ആവേശത്തിര തീർക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് ടീം DJ-ആയ സാവിയോ. എങ്കിലും ഗോവയിൽ കപ്പടിച്ചാൽ ഈ നിരാശയെല്ലാം പമ്പ കടക്കുമെന്ന് സാവിയോയും സംഘവും പറയുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. കേരളമെമ്പാടും ഉള്ള ആരാധകർ കാത്തിരിക്കുന്ന സ്വപ്ന ഫൈനലിന് നിമിഷങ്ങൾ മാത്രം ബാക്കി നമ്മുടെ സവിശേഷ വ്യക്തിക്കൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ ആവേശ തിരമാലകൾ തീർത്തിരുന്ന DJ സാവിയാണ് നമ്മോടൊപ്പം ഉള്ളത്. വലിയ ആവേശമാണെന്ന് കേരളം ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് കൊട്ടിക്കലാശം നടക്കുകയാണ്. ഭയങ്കര ഒരു നഷ്ടമല്ല നമ്മൾ കൊച്ചിയിലെ ആളുകൾക്ക്. സത്യമായിട്ട് അതൊരു ഫീലിംഗ് ആണ് നമ്മൾ നഷ്ടപ്പെടുന്നത്. എന്താണെങ്കിൽ ഒരു ഹോം ഗ്രൗണ്ട്, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ ഇനോഗ്രേഷൻ നടന്നിട്ടുണ്ട്, ഫൈനൽസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ശരിക്കും നമ്മൾ മിസ്സാവുന്നത് നമ്മുടെ ഒരു മഞ്ഞ കടലാണ് ശരിക്കും മിസ്സാവുന്നത്. പിന്നെ അവരുടെ അടുത്ത് ഒരു എനർജി. കാരണം ഞാനവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോൾ ഒരു ഗോളാ എന്തെങ്കിലും ഒരു സംഭവം ആ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ എല്ലാവരും കിടന്ന് തുള്ളണതും ആ സ്റ്റേഡിയം കിടന്നിട്ട് ഒരു വൈബ്രേഷനോ അതെല്ലാം ശരിക്കും മിസ്സാവണ ഒരു സംഭവമാണ്. അതുകൊണ്ടെങ്കിൽ ISL എന്ന് തുടങ്ങി അന്ന് മുതൽ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം ഉണ്ട്. അവിടെ കൺസോളിൽ ഒരു കൊല്ലം ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ കളികളും ശരിക്കും മെമ്മറൈസ്ഡ് ആയിട്ടുള്ള കളികളാണ്. അപ്പോൾ പല കാര്യങ്ങളും പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് സീസണിൽ ഞാനും സിനോയോ ആയിരുന്ന സ്റ്റേഡിയത്തിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഈ കൊല്ലം ശരിക്കും ഗോവ മിസ് ചെയ്യുന്നു. വി ആർ മിസ്സിങ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ട്. അടുത്ത കൊല്ലം ശരിക്കും അതായത് തിരിച്ചു വരണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി എവിടെ പോലെ ഏത് സ്റ്റേഡിയത്തിൽ പോയാലും കിട്ടില്ല. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് എന്നുള്ള കലൂർ ജയൻ സ്റ്റേഡിയത്തിൽ മാത്രമേ കിട്ടണമെന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഫാൻ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2 സെമി ഫൈനൽസിൽ ഞാൻ പ്ലേ ചെയ്തു. പക്ഷേ ഫൈനൽസിൽ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഞാൻ വേറൊരു ഇവൻറ്റിൽ കമ്മിറ്റ് ചെയ്തു. പക്ഷേ എന്നും സോൾ ഇൻ മൈ ഹാർട്ട് വിൽ ബി വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണർ കഴിഞ്ഞ പ്രാവശ്യം ആരും മനസ്സിലായില്ല നിക്കില്ല അവിടെ ഉണ്ടായിരുന്നു. കളി കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരൻ ചാടി ഗ്രൗണ്ട് കൺസോളിൽ വന്നിട്ട് ഒരൊറ്റ കെട്ടിപ്പുറത്തുമായിരുന്നു. ഫൈനലി വി ഹാവ് റീച്ച് ഫൈനൽസ്. അങ്ങനെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തി. ഇന്ന് ജയിച്ചിരിക്കും. വിനീതൊക്കെ പണ്ട് ഗോളടിക്കാനൊക്കെ മുന്നോട്ട് കൊണ്ട് കയറുമ്പോൾ അല്ലെ ഗോളടിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ള ഒരു അല്ലേ എന്താണ് അതൊരു ഫീലിംഗ് തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ എന്താണെങ്കിൽ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. അതാണെങ്കിൽ ജിങ്കനും ആ ഒരു ടീമുണ്ടല്ലോ അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ ആദ്യത്തെ കൊല്ലം കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോൾ ജേഴ്സി ലോഞ്ചും അന്ന് ആ സമയത്തെല്ലാം എന്ന് പറഞ്ഞെങ്കിൽ രോമാഞ്ചമായിരുന്നു. അതിപ്പോഴും മെമ്മറിയിൽ ഇങ്ങനെ കിടന്ന് അലയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊല്ലം നമുക്ക് സ്റ്റേഡിയത്തിൽ വരാത്തതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. അതിലൊരു ഭാഗമാകാൻ പറ്റാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ട്. ലെറ്റ്സ് സീ നെക്സ്റ്റ് ഇയർ എല്ലാം തിരിച്ചു. പക്ഷേ ഭയങ്കര സാധ്യതയാണ് ഇത്തവണ അല്ലേ. പണ്ടൊക്കെ ഈ വളരെ മോശം കളിയായ ആളുകൾ തന്നെ അങ്ങ് മടുത്തു തുടങ്ങിയിരുന്നു. പക്ഷെ ഇത്തവണ ഒരു പകുതി കഴിഞ്ഞ ശേഷമുള്ള വരവ് രക്ഷയില്ല അല്ലേ. അത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു ടീം വർക്കാണ്, ഒരു ടീം സെറ്റ് ആവണം. ഐ തിങ്ക് സോ ഈ കൊല്ലം ടീം ശരിക്കും സെറ്റായി അങ്ങാടും ഇങ്ങാടും ഒരു ധാരണ എപ്പോഴും ടീം വർക്കിൽ അങ്ങാടും ഇങ്ങാടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ അത് ശരിക്കും ഈ കൊല്ലം കാണുന്നുണ്ട്. So everybody is like opened, the players are open, the coach is open, even the owners are like very പോസിറ്റീവ്. സോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ന്യൂസിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മ്യൂസിക് കേട്ടാലോ. അടിപൊളി. ഈ ഒരു മ്യൂസിക്കിലാണ് നമ്മുടെ സ്റ്റേഡിയം അലയാടിക്കൊണ്ടിരിക്കുന്നത്. Let's
So let's football and let's hope that Kerala Blasters will win and bring the cup to Cochin. അതിനൊരു അടിച്ചു പൊളിക്കലുണ്ടാവും നമ്മുടെ സ്റ്റേഡിയത്തിൽ. ഒരു വിന്നിങ് ട്രോഫി ആയിട്ട് വന്ന് നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്ന് നമ്മൾ ഒരു 2 ലക്ഷം പേര് അവിടെ വന്ന് ആ ടീമിനെ വരവേൽക്കുക എന്ന് പറഞ്ഞെങ്കിൽ അതിനേക്കാൾ ഒരു വലിയ വികാരമുണ്ട്. സോ ലെറ്റ്സ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ലെറ്റ്സ് സീ ദാറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൻ. ആര് ജയിക്കും? Kerala Blasters. ഷുവർ? Yes. എന്തായാലും ജയിച്ചിരിക്കും. നമ്മള് വീണ്ടും എല്ലാവരും 2 ലക്ഷം ആൾക്കാർ നേരത്തെ സമയം പറഞ്ഞ പോലെ ഗ്രൗണ്ടിൽ ചേരും അല്ലെ? പിന്നല്ല, എന്തായാലും ഇത്തവണ ഈ ടൂർണമെന്റ് ഒന്നടങ്കം കേരളത്തിന് നഷ്ടപ്പെട്ടു. പക്ഷേ കപ്പ് നേടിയ ശേഷം ഒരു തിരിച്ചുവരവ് കേരളത്തിലേക്ക് ഉണ്ടാവും. അത് രാജകീയമാക്കി മാറ്റാൻ തന്നെയുള്ള ആഘോഷത്തിലാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് സാവിയും സംഘവും. എന്തായാലും ഇന്നത്തെ മത്സരം വിജയിച്ച് തന്നെ കേരളം തിരിച്ച് നാട്ടിലേക്ക് വരുമെന്ന് നമുക്ക് കരുതാം.